SNDPയുമായി സഹകരിക്കാൻ താൽപര്യമുണ്ടെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. സഹോദര സംഘടന എന്ന നിലയിൽ ചേരാവുന്ന മേഖലയിലൊക്കെ ചേരും. ഒരു പ്രബല സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്ന ആളാണ് 89-കാരനായ വെള്ളാപ്പള്ളി. അദ്ദേഹം എന്തെങ്കിലും ഏറിയ വാക്കുകൾ പ്രയോഗിച്ചാൽ നമ്മൾ ക്ഷമിക്കണം. രാഷ്ട്രീയക്കാർ അദ്ദേഹത്തെ വില കുറഞ്ഞ ഭാഷയിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതായിട്ട് ഞാൻ കണ്ടു, അറിയാൻ പറ്റും. പക്ഷെ നമ്മളുമായിട്ട് അങ്ങനെ ആലോചിച്ചിട്ടല്ല. അദ്ദേഹം ആലോചിക്കുകയാണെങ്കിൽ ഞങ്ങളും അദ്ദേഹത്തോട് സഹകരിച്ച് തന്നെ അതിനെപ്പറ്റി ആലോചന നടത്തും. NSSന്റെ നിലപാട് NSS നേതൃത്വവുമായിട്ട് ആലോചിച്ചിട്ട് ഇത് തീരുമാനമെടുക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യം അതാണ്. നമുക്ക് രാഷ്ട്രീയമില്ല, വർഗീയതയില്ല, മതമില്ല എങ്കിൽ പോലും നമ്മള് അതിനൊരു ഒരു ദോഷം വരുന്ന ഒരു നിലപാട് NSSന് ഉണ്ടാവില്ല. പക്ഷേ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് സമുദായങ്ങളെ ഇതുപോലെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ശരിയല്ല. 89 വയസ്സായ അദ്ദേഹം എത്രയോ വർഷങ്ങളായി ഒരു പ്രബലമായ ഹിന്ദു സമുദായത്തിൽ പ്രബല സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. അദ്ദേഹം ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ചിലപ്പം ഏറിയ വാക്കുകൾ ഉപയോഗിച്ച് കാണുമായിരിക്കാം. അതിനകത്ത് നമുക്ക് ഇല്ലെന്ന് പറയുന്നില്ല ഞാൻ. പക്ഷെ അതൊക്കെ ക്ഷമിക്കേണ്ടവരാണ് നമ്മള്. അത് പ്രത്യേകിച്ചും ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ വളരെ വില കുറഞ്ഞ ഭാഷയിൽ ആക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന വ്യക്തിപരമായ അഭിപ്രായം എനിക്കുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാറെ കയറ്റിക്കൊണ്ടുപോയി എന്നൊക്കെ ഇത്ര ചീപ്പായിട്ട് പറയാമോ? ഇതൊക്കെ സത്യത്തിൽ അതെന്താ? അദ്ദേഹം കാറ് കണ്ടിട്ടില്ലാത്ത ആളാണോ? വെള്ളാപ്പള്ളി നടേശൻ ഇവരൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ കാറ് കണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പൊ അത് ഇത്ര വില കുറഞ്ഞ ആക്ഷേപിക്കുക തന്നെയല്ല. ഒരു പ്രബല സമുദായത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണെന്ന് വിചാരിക്കണം ഈ ആക്ഷേപിക്കുന്നവരൊക്കെ. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഒരു സഹോദര സംഘടന എന്നുള്ള നിലയിൽ നമ്മൾക്ക് ചേരാവുന്ന മേഖലയിലൊക്കെ ചേരാൻ ചേർന്നില്ലെങ്കിൽ അത് ശരിയല്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ അത് ചെയ്യും. ജോസി ബാബുണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, ഒരു സഹകരണ നയമാണോ ഇരു വിഭാഗവും സ്വീകരിക്കുന്നത്? അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. അനീഷ, തീർച്ചയായും SNDPയുമായി സഹകരിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്തമാക്കുന്നത്. ഒരു സഹോദര സംഘടന എന്ന നിലയിൽ ചേരാവുന്ന കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചേരാവുന്ന മേഖലകളിലൊക്കെ കൈകൊടുക്കാൻ തയ്യാറാണ് എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. അങ്ങനെ ചേർന്നില്ലെങ്കിൽ ഇല്ലാത്ത കാലമാണിപ്പോൾ. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സമുദായങ്ങളെ നിരന്തരമായി രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആക്ഷേപിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ പ്രബല സംഘടനയുടെ ജനറൽ സെക്രട്ടറിയെ പ്രവർത്തിച്ചു വരുന്ന വെള്ളാപ്പള്ളിയെ പോലും രാഷ്ട്രീയ നേതാക്കൾ പരസ്യമായി ആക്ഷേപിക്കുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടമാണ് ഇത് എന്നാണ് ജി സുകുമാരൻ നായർ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, അതായത് വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ ഏറിയ വാക്കുകൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്ഷമിക്കണം. അദ്ദേഹത്തിന്റെ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം സുകുമാരൻ നായർ അത് പറയുന്നത്. രാഷ്ട്രീയക്കാർ അദ്ദേഹത്തെ വില കുറഞ്ഞ ഭാഷയിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നും സുകുമാരൻ നായർ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കാറിൽ കയറ്റിക്കൊണ്ടുപോയി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത് വെറും ചീപ്പ് വിമർശനങ്ങളാണ് എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. അതോടൊപ്പം വെള്ളാപ്പള്ളി കാർ കണ്ടിട്ടില്ലാത്ത ആളാണോ? ഇവരൊക്കെ കാണുന്നതിന് മുമ്പും വെള്ളാപ്പള്ളി കാർ കണ്ടിട്ടുണ്ട് എന്നും സുകുമാരൻ നായർ പറയുന്നു. അങ്ങനെ സഹകരിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ജി സുകുമാരൻ നായർ. എന്തായാലും ഇന്ന് കൊച്ചിയിൽ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സുകുമാരൻ നായരുടെ പ്രതികരണം വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അനീഷ.